ിലേക്ക് വരുമ്പോൾ +1 സീറ്റ് പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് വലിയ സമരങ്ങൾക്ക് ഇടവെക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോടുമടക്കം വലിയ സമരങ്ങളാണ് നടക്കുന്നത്. ശക്തമായ പ്രതിഷേധം നടത്തുന്നത് മലപ്പുറത്തും കോഴിക്കോടുമാണ്. പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ തെരുവിലിറങ്ങി. മലപ്പുറത്ത് ഹയർ സെക്കൻഡറി മേഖലാ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ MSF വനിതാ പ്രവർത്തകർ വനിതാ പ്രവർത്തകരെയും KSU പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFI പ്രവർത്തകരും അല്പസമയത്തിനകം മാർച്ച് നടത്തും. മലപ്പുറത്ത് റോഡ് ഉപരോധിക്കുകയാണ് ഫ്രട്ടേണിറ്റി പ്രവർത്തകർ. അതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി +1 സീറ്റുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത്. പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാവുന്നില്ല എന്നതാണ് ഉന്നയിക്കുന്നത്. SFIയും ഇന്ന് സമരരംഗത്തുണ്ട് എന്നതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം. കോഴിക്കോട് നിന്ന് നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മലപ്പുറത്ത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്കും MSFന്റെ വനിതാ പ്രവർത്തകരും KSU പ്രവർത്തകരും അടക്കം വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ പ്രതിഷേധം. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മലബാർ മേഖലയിൽ വലിയ പ്രതിഷേധമാണ്. കോഴിക്കോട് നിന്ന് എന്താണ് സംഭവിച്ചത്? ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ, എങ്ങനെയായിരുന്നു പ്രതിഷേധം? സജിത്ത്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ കോഴിക്കോട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ +1 സീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലാണ്. ഇന്ന് രാവിലെ KSU ആണ് ആദ്യം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അവർ RDD, അതായത് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുകയായിരുന്നു. എന്തായാലും ഗേറ്റിന് പുറത്ത് തന്നെ വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഈ പ്രവർത്തകരെ തടയുകയും ചെയ്തു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവുകയും KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നീക്കുകയും ചെയ്തു. SKSF അടക്കമുള്ള സംഘടനകൾ RDD ഓഫീസിന്റെ മുൻവശത്ത് ഇപ്പോഴും പ്രതിഷേധ ധർണയടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നഗരഹൃദയത്തിൽ മാവൂർ റോഡിലായിരുന്നു ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ പ്രതിഷേധം. KSRTC പരിസരത്തു നിന്നും മാർച്ചായാണ് പ്രവർത്തകർ എത്തുകയും രാജാജി ജംഗ്ഷനിൽ മാവൂർ റോഡിന്റെ ഭാഗത്ത് ഏറ്റവും തിരക്കേറിയ ഭാഗത്ത് റോഡ് ഉപരോധിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും വലിയ പോലീസ് സന്നാഹം തന്നെയാണ് പ്രതിഷേധക്കാരെ നേരിടാൻ ഒരുക്കിയത്. ഏതാണ്ട് 5 മിനിറ്റ് സമയം മാത്രമാണ് അവർക്ക് ഉപരോധിക്കാൻ കഴിഞ്ഞത്. ഉടൻ തന്നെ പോലീസ് ഇടപെടുകയും ബലപ്രയോഗത്തിലൂടെ പ്രവർത്തകരെ നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സമര പരിപാടികൾ കടുപ്പിക്കാൻ തന്നെയാണ് മുഴുവൻ സംഘടനകളുടെയും തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ സീറ്റ് വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ കടുത്ത സമര നടപടികളിലേക്ക് നീങ്ങുമെന്ന് KSUവും ഫ്രട്ടേണിറ്റിയും MSFും അടക്കമുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. അതാണ് കോഴിക്കോട് നിന്നുള്ള കാഴ്ചകൾ. മലപ്പുറത്തേക്ക് പോകുമ്പോൾ CV അനുമോദുണ്ട്. അനുമോദ്, ശക്തമായ പ്രതിഷേധമാണ് MSF KSU പ്രവർത്തകർ രാവിലെ നടത്തിയത്. ഇനി ആരുടെ പ്രതിഷേധമാണ് നടക്കുന്നത്? SFI എപ്പോൾ പ്രതിഷേധിക്കും? സജിത്ത്, +1 സീറ്റ് പ്രശ്നത്തിൽ മലപ്പുറത്ത് പ്രതിഷേധം ഇരമ്പുകയാണ്. SFI പ്രതിഷേധം അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 10 മണിയോടെ തന്നെ MSFന്റെയും KSUവിന്റെയും പ്രതിഷേധം ഹയർ സെക്കൻഡറി മേഖല ഉപ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടന്നു. പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. കോഴിക്കോട് പാലക്കാട് ഹൈവേ ദേശീയപാത
ഉപരോധിച്ചുകൊണ്ടായിരുന്നു ഫ്രട്ടേണിറ്റി പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഏറെ നേരം ഗതാഗതവും ഇവിടെ തടസ്സപ്പെട്ടു. ബലമായിട്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ SFI പ്രവർത്തകരുടെ ഉപരോധം മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടക്കും. ഏതാണ്ട് അതിനെ നേരിടുവാൻ പോലീസിന്റെ എല്ലാം തന്നെ പോലീസ് സന്നാഹങ്ങളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ബാരിക്കേഡ് വെച്ചിരിക്കുന്നു. കളക്ടറേറ്റിലേക്കുള്ള കവാടം ഇതിനോടകം തന്നെ പൂട്ടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ SFIയുടെ പ്രതിഷേധം ഇവിടേക്ക് നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം മലപ്പുറത്തെ ഒരു +1 പ്രതിസന്ധി അത് മുൻ വർഷങ്ങളെക്കാൾ അതിരൂക്ഷമാണ്. ഈ 32,000-ലധികം കുട്ടികൾക്ക് ഇനിയും പ്രവേശനം നേടാനുണ്ട്. ജില്ലയിൽ ബാക്കിയുള്ള എയ്ഡഡും അൺഎയ്ഡഡും മറ്റ് ഇതര സീറ്റുകളും എല്ലാം തന്നെ പരിഗണിച്ചാലും ഏകദേശം 10,000-ലധികം കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് അവസരമില്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കണക്ക് പ്രകാരം ഇതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ അദ്ദേഹം നിയമസഭയിൽ പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്ന ആക്ഷേപമാണ് MSF KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. SFI പോലും നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവനയെ അനുകൂലിക്കുന്നില്ല. കാരണം അതിന്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് SFI പോലും മലപ്പുറത്തെ ഈ +1 സീറ്റ് വിഷയത്തിൽ അധിക ബാച്ച് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭയിലെ ഈ വിദ്യാഭ്യാസ മന്ത്രി നൽകിയ കണക്കല്ല നിലവിലെ മലപ്പുറം ജില്ലയിൽ അടിസ്ഥാനപരമായിട്ടുള്ള കണക്ക് എന്ന നിലയിൽ തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ നിലപാടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം അതിന്റെ തുടക്കം മാത്രമാണിതെന്നാണ് സംഘടനകളൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. നാളെ യൂത്ത് ലീഗ് തിരുവനന്തപുരത്ത് ഇതേ വിഷയത്തിൽ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും ആ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഈ ഒരു പ്രതിഷേധം ഈ ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കുമെന്ന് BMS എല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സീറ്റ് ബാച്ച് അനുവദിക്കുക മാത്രമാണ് ഈ പ്രശ്നത്തിലൊരു പ്രതിവിധിയായിട്ടുള്ളത്. അതിന് ഉതകുന്ന തരത്തിൽ സർക്കാരിന്റെ നിലപാട് മാറിയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ തുടരുക തന്നെ ചെയ്യും. നാളെ വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു +1 വിഷയത്തിൽ സർക്കാരിന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധം മലപ്പുറം ജില്ലയിൽ തുടരുകയാണ്. MSFും KSUവും ഫ്രട്ടേണിറ്റിയും എല്ലാം ഇതിനോടകം തന്നെ പ്രതിഷേധത്തിന്റെ ആ പരമ്പരകൾ തന്നെ ദിവസവും തീർക്കുന്ന സാഹചര്യം. ആ ഒരു ഇടത്തേക്കാണ് SFIയും ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം SFI കാലങ്ങൾക്ക് ശേഷമാണ് ഭരണത്തിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. അതാണ് സാഹചര്യം. +1 സീറ്റുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി സംസ്ഥാനത്ത് രൂക്ഷമാണ്. ശക്തമായ പ്രതിഷേധമാണ് പലയിടങ്ങളിലായി സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. ഒരു ഇടവേള